ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റിന്റെ റെസിപ്പിയിലോട്ട് പോയാലോ? പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മറക്കല്ലേ, ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, ഇത്രയും നന്നായി ഒന്ന് വറുത്തെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണം. ഇനി നമ്മളൊരു കുക്കർ എടുത്തിട്ട് നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ടോട്ടൽ 4 സവോളയാണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ 2 സവോള അവിടെ മാറ്റി വെച്ചിട്ട് 2 സവോള നമ്മൾ ബീഫിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 1 തക്കാളിയും പിന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും ചേർത്ത് നമുക്കൊന്ന് വെള്ളം ഒഴിക്കാതെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ഇവിടെ ഞാൻ നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിലോട്ടൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 3 4 വറ്റൽമുളകും 2 പച്ചമുളകും, ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിന് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. അതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 4 വെളുത്തുള്ളിയും നന്നായി കനം കുറച്ച് ചോപ്പ് ചെയ്തതും ഒരു പിടി കറിവേപ്പിലയും പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും കൂടി ആഡ് ചെയ്ത് നന്നായി ബ്രൗൺ കളറിൽ വഴറ്റിയെടുക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതുപോലെ നന്നായി ബ്രൗൺ കളർ വരെ വഴറ്റിയെടുക്കണം. ഇനി അതിലോട്ട് നമ്മൾ ബീഫ് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തിളയ്ക്കണം. ഈ തിള വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് ഇതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെമി ഗ്രേവി വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. നല്ല ഡ്രൈ ആവുന്നവർക്ക് ഒന്നുകൂടി ഇത് വറ്റിച്ചെടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടാൽ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബീഫ് കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്. ഞാനിവിടെ ഗൾഫിലോട്ടൊക്കെ ഇതുപോലെയാണ് കൊടുത്തേക്കുക. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്കും സബ്സ്ക്രൈബും നിങ്ങളുടെ കമൻറ്റും രേഖപ്പെടുത്തണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.